അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഹിബ്ബുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹഭാജനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ സ്വഹാബി, അദ്ദേഹമാണ് സൈനബ് ബിൻത് ജഹ്ഷ്, ഉമൈമയുടെ മകൾ സൈനബിനെ വിവാഹം കഴിക്കുന്നത്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ദരിദ്രനാണ്, കൊടിയ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. സൈനബ് റളിയല്ലാഹു തആല അൻഹയാകട്ടെ കുലീന കുടുംബത്തിൽ പിറന്ന സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള സമ്പന്നയായ പെണ്ണാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അരികിൽ സമ്പത്തിനോ തറവാടിത്തത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്ഥാനം, അത് തഖ്വയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിത്തറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇത്തിബാ ചെയ്യുന്നതിൽ മത്സരിച്ച, തഖ്വയിലേറെ മുന്നേറിയ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ സൈനബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുന്നതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങിയതോടുകൂടെ സൈനബ് റളിയല്ലാഹു തആല അൻഹ വിവാഹത്തിന് തയ്യാറാകുന്നു. എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാകുന്നു. ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിൽ രണ്ടു പേർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ജീവിതം പരീക്ഷണമാണ്. ജീവിതം പരീക്ഷണവും ദാമ്പത്യം സുന്ദരം അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ജീവിതം പരീക്ഷണമാണ്. കുടുംബജീവിതത്തിലും പരീക്ഷണങ്ങളുണ്ടാകും. വിശ്വാസിക്ക് ഏതു മേഖലകളിലും പരീക്ഷണങ്ങളുണ്ടാകും. കുടുംബജീവിതത്തിലും സ്വാഭാവികമായി പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അവിടെയൊക്കെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെയും സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. പലതവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ അവർ എത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ തിരിച്ചയക്കുകയുമാണ്. നല്ല രൂപത്തിൽ പോകാൻ ഉപദേശിച്ചുകൊണ്ട് പലതവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കണം എന്നതാണ്. അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങിയപ്പോൾ വലിയ പ്രയാസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അത് പറയാൻ, മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൽപ്പം ശങ്കിക്കുകയാണ്. എന്നാൽ ശക്തമായി അല്ലാഹു തആല താക്കീത് നൽകുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കേണ്ടി വരികയുമാണ്. ഈ വിവാഹത്തിൻ്റെ പിന്നിൽ വലിയ ഹിക്മത്തുകളുണ്ട്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ദുഷിച്ച സമ്പ്രദായങ്ങളെ വേരോടുകൂടെ പിഴുതെറിയാനായിരുന്നു യഥാർത്ഥത്തിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും വിവാഹം. സമൂഹത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ, അനാചാരങ്ങളെ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. വ്യഭിചാരത്തിലൂടെയുള്ള വിവാഹങ്ങൾ അറബികൾക്കിടയിൽ സാർവത്രികമായിരുന്നു. പലിശ, ചൂതാട്ടം അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക മാർഗമായിരുന്നു. മദ്യത്തിൽ മതിമറന്ന ഒരു സമൂഹമായിരുന്നു. ഇതൊക്കെ അവരുടെ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഇത്തരം സമ്പ്രദായങ്ങളെ, ഇത്തരം അനാചാരങ്ങളെ, ഇത്തരം വിശ്വാസങ്ങളെ ഇസ്ലാം വേരോടുകൂടെ പിഴുതെറിയുകയും ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ
മാറ്റം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതേ രൂപത്തിൽ അറബികൾക്കിടയിൽ സാർവത്രികമായ ഒരു സമ്പ്രദായമായിരുന്നു. വളർത്തുപുത്രനെ സ്വന്തം പുത്രനെ പോലെ, സ്വന്തം മകനെപ്പോലെ അവർ കണക്കാക്കി പോന്നു. നമ്മുടെ നാട്ടിലും ഇന്ന് അങ്ങനെയുണ്ട്. വളർത്തുപുത്രൻ അത് സ്വന്തം മകനെപ്പോലെ കണ്ട് സ്വത്ത് വീരിക്കുന്നതിലും പേര് നൽകുന്നതിലുമൊക്കെ വളർത്തുപുത്രൻ സ്വന്തം മക്കളെപ്പോലെ കാണുന്ന ഒരു രീതി. ജാഹിലിയത്തിൽ വളർത്തുപുത്രനെ ആരാണോ സംരക്ഷിക്കുന്നത് അവരിലേക്ക് ചേർത്തുകൊണ്ട് പേര് വിളിച്ചു. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ സമ്പ്രദായം ഇസ്ലാമിന് യോജിച്ചതല്ല. ഈ ഒരു ആചാരത്തെ, ഈ ഒരു വിശ്വാസത്തെ, ഈ ഒരു നിലപാടിനെ പിഴുതെറിയേണ്ടതുണ്ട്. അത് പിഴുതെറിയാൻ ഏറ്റവും യോജിച്ച മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സെയ്ദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രൻ സെയ്ദ് പ്രവാചകൻ്റെ മകനെപ്പോലെയല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്. സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്. വളർത്തുപുത്രൻ വിവാഹം കഴിച്ച സ്ത്രീയാണെങ്കിൽ പോലും അവരുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്. മകനും വളർത്തുപുത്രനും ഒരുപോലെയല്ല എന്ന് സമൂഹത്തെ മനസ്സിലാക്കിക്കലാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെയും വിവാഹത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നപ്പോൾ വലിയ ആശങ്കകളായിരുന്നു. കാരണം സമൂഹത്തിൻ്റെ പരിഹാസം, സമൂഹത്തിൻ്റെ കളിയാക്കലുകൾ. ഇതാ സ്വന്തം മകൻ്റെ ഭാര്യയെ മുഹമ്മദ് വിവാഹം കഴിച്ചിരിക്കുന്നു, മുഹമ്മദ് ഇപ്പോൾ ഇതാ സെയ്ദിൻ്റെ ഭാര്യയെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കടിച്ചു കീറും. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വലിയ ഹിക്മത്തുകൾ ആ വിവാഹത്തിൻ്റെ പിന്നിലുണ്ട്. അനുസരിച്ചേ തീരൂ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ വഹി ഇറങ്ങിയപ്പോൾ വല്ലാത്ത പ്രയാസം അനുഭവിച്ചു. കാരണം ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പരിഹാസങ്ങളും പരീക്ഷണങ്ങളും ആലോചിച്ചുകൊണ്ടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നു. അതിലൂടെ ഇസ്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഒരിക്കലും വളർത്തുപുത്രൻ മകനെപ്പോലെയല്ല. വളർത്തുപുത്രൻ്റെ നിങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് വളർത്തുപുത്രനെ വിളിക്കാൻ പാടില്ല. അവരുടെ ഭാര്യ അവർ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ, ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അങ്ങനെ ഒരുപാട് ഇസ്ലാമിലെ നിയമങ്ങൾ ഈ വിവാഹത്തിലൂടെ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി ചില യുക്തിവാദികൾ പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആലയിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് വിവാഹം കഴിച്ചത്. നഊദു ബില്ലാഹ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സെയ്ദ് റളിയല്ലാഹു തആല വിവാഹം കഴിപ്പിക്കേണ്ട ആവശ്യം? സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെയും വിവാഹം നടത്തിക്കൊടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ വിവാഹം സമ്മതിക്കാൻ ഏതു സമയത്തും സൈനബ് റളിയല്ലാഹു തആല തയ്യാറാണ്. അവരേറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിയുവാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കൾ പറയുന്ന രൂപത്തിൽ അത്തരത്തിലൊരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്, സെയ്ദ് റളിയല്ലാഹു തആല വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യാമായിരുന്നു. യാതൊരുവിധ തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു തആല വിവാഹം കഴിച്ചു കൊടുക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു.
അല്ലാഹു തആല ഇസ്ലാമിലെ ഒരുപാട് നിയമങ്ങൾ, സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങൾ, അനന്തരാവകാശ നിയമത്തിലെ ക്രമക്കേടുകൾ, ഇതെല്ലാം ഇസ്ലാം ഈയൊരു വിവാഹത്തോടു കൂടെ പിഴുതെറിയുകയും ഇസ്ലാമിക നിയമങ്ങൾ സ്ഥാപിക്കുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ത്യാഗത്തിൻ്റെ വലിയ ഏടുകളാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അറിയാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു തആല നമുക്ക് തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.